അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഖീദയിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. യോജിച്ചത് ചേർത്ത് കൊടുക്കേണ്ട പ്രവർത്തനമാണ്. 1. ആഗ്രഹിക്കുന്നതിനെല്ലാം ലഭിക്കുന്ന ഭവനം. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഭവനം. അതേത് ഭവനാണ്? അതാണ് സ്വർഗം. 2. നരകത്തിൻ്റെ മുകളിലെ പാലം. നരകത്തിൻ്റെ മുകളിലുള്ള പാലത്തിനാണ് സിറാത്ത് എന്ന് പറയാം. ചിലപ്പോൾ ഇത് പൂരിപ്പിക്കാനും വരും കേട്ടോ. ഇത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്. പൂരിപ്പിക്കാനുള്ളതും ഇതുപോലെ തന്നെയാണ് വരൽ. 3. അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും ഡാഷ്. ബ്രാക്കറ്റിൽ കാണാം, നശിച്ചു പോകുന്നതാണ്. 4. മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. ആർക്ക്? സത്യ നിഷേധിക്ക്. 5. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് എന്ത്? ബർസഖ് എന്ന് പറയുന്നതിന്. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. 6. അനുകരണീയരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാരാണ്? സ്വഹാബത്ത് അനുകരണീയരാണ്. നബി തങ്ങളെ ചര്യകളൊക്കെ പിൻപറ്റുന്നവരാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളത്. 1. നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹുവാണ് ഡാഷ് സൃഷ്ടിച്ചത്. 2. അന്തഖന അല്ലാഹുല്ലദീ അന്തഖ ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കുക. അന്തഖന അല്ലാഹുല്ലദീ അന്തഖ കുല്ല ഷൈഇൻ. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. എല്ലാ വസ്തുക്കളെയും സംരക്ഷിച്ച അള്ളാഹു ഞങ്ങളെയും സംരക്ഷിച്ചതാകുന്നു എന്നാണ് അർത്ഥം. സംരക്ഷിച്ചതാകുന്നു. 3. ലാ തഖുമു സ്സഅതു ഹത്ത ലാ യുഖാല ഫിൽ അർളി ഡാഷ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലാ തഖൂമു സ്സഅതു ഹത്ത ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. 4. തൗഹീദിൻ്റെ കലിമയാണ് ഡാഷ്. തൗഹീദിൻ്റെ കലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അടുത്ത പ്രവർത്തനമാണ്. 2 വീതം എഴുതാം. 1. സ്വർഗവാസികൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? തേനും പാലും ഒഴുകുന്ന ഹാറുകൾ ഉണ്ടാകും. അതുപോലെ സുന്ദരികളായ ഹൂറുലിങ്ങളുണ്ടാകും. 2. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. തൊട്ടടുത്ത അടയാളം എന്ന് പറയുമ്പോൾ ആ പ്രധാനപ്പെട്ട 10 ഉണ്ടല്ലോ, അതാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഏതൊക്കെയാണ്? ഇമാം മഹദി വരൽ, അതുപോലെ ദജ്ജാലിന് പുറപ്പെടൽ, ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തുനിന്ന് ഇറങ്ങി വരൽ, ഈസാ നബി ദജ്ജാലിനെ കൊല്ലൽ, 5. യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, 6. ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ, 7. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, 8. അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ, 9. പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ, 10. ഖുർആൻ ഉയർത്തപ്പെടൽ. ഇനി 3. ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണം. നല്ല ബിദ്അത്തിൻ്റെ ഉദാഹരണം. അതിൻ്റെ ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്. അതുപോലെ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് തറാവീഹ് നിസ്കാരം
ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത്. ഇതൊക്കെ ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണമാണ്. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ചോദ്യം 1, അഷ്ശഫാഅത്തുൽ ഉളുമ ആർക്കുള്ളതാണ്? അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. 2, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വിശേഷിച്ചും ദഅവത്ത് നടത്തേണ്ടത് പണ്ഡിതന്മാരാണ്. കാരണം എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പണ്ഡിതന്മാരാണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന് പറയാൻ കാരണം അവർ അനന്തരാവകാശികളാണ്. അവർ പ്രവാചകരുടെ അനന്തരാവകാശികളായതുകൊണ്ടാണ്. ഇനി 3-ാമത്തെ ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കണ്ട 2 സ്ഥലങ്ങൾ ഏതാണ്? നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടത് 2 പ്രാവശ്യമാണ്. ആ 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ്. 1 ഹിറാ ഗുഹയിൽ വെച്ചാണ്. 2 സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്. ചോദ്യം 4, സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. സൂറത്തുൽ ഹദീദിൽ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അർളുഹ കഅർളി സമാഇ വൽ അർളി. അതിൻ്റെ വിസ്തീർണം ആകാശഭൂമി ഒന്നിച്ചു വെച്ചാലുള്ള വിസ്തീർണമാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 1, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയാം? ഉത്തരം, നബിയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. 2, ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദഅവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദഅവത്തിൻ്റെ 2 ഇനങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വരാൻ സാധ്യത കുറവാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് വിപരീതം എഴുതാം. ഇവിടെ കൊടുത്തിട്ടുള്ള അള്ളാഹുവിന് വാജിബായ സിഫത്തിൻ്റെ വിപരീതം എഴുതാനുണ്ടാകും കേട്ടോ. ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് വരാറ്. 1, കൗനുഹു സമീഅൻ, കേൾവി ഉള്ളവനാവൽ. അള്ളാഹു കേൾവി ഉള്ളവനാവുക, അത് വാജിബായ സിഫത്താണ്. അതിൻ്റെ വിപരീതം കൗനുഹു അസമ്മ, കേൾവി ഇല്ലാത്തവനാവൽ എന്നതാണ്. 2, കൗനുഹു മുതകല്ലിമൻ, സംസാരിക്കുന്നവനാവൽ. അതിൻ്റെ വിപരീതം കൗനുഹു അബ്കമ, സംസാരമില്ലാത്തവനാവൽ. 3, കൗനുഹു ഖാദിറൻ, കൗനുഹു ഖാദിറൻ, കഴിവുള്ളവനാവുക, സർവശക്തനാവൽ എന്നതാണ് കൗനുഹു ഖാദിറൻ, സർവശക്തനാവൽ. അതിൻ്റെ വിപരീതമാണ് കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. 4, നന്മ, നന്മ എന്നതിൻ്റെ അറബിയല്ല, വിപരീതമാണല്ലോ, അപ്പോൾ തിന്മ എന്ന് എഴുതി കൊടുക്കാം. ഇത് നമ്മുടെ ഒരു പാഠത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അത് എഴുതേണ്ടി വരുന്നത്. 5, സജ്ജനങ്ങൾ, സ്വർഗം നരകം എന്നുള്ള പാഠത്തിലാണ് പറയുന്നത്. തദീബാത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് വിപരീത പദം എഴുതാൻ. നന്മയുടെ തിന്മ എന്നും സജ്ജനങ്ങൾ എന്നതിൻ്റെ ദുർജനങ്ങൾ എന്നുമാണ്. ഇതോടുകൂടെ അഖീദയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവസാനിച്ചു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ മോഡൽ പേപ്പറുകൾ ഇനിയും ചെയ്തതുണ്ട്, അത് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.